രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 118 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. പുതിയ സബ്സ്ക്രൈബേഴ്സ് തുടക്കം തൊട്ട് കണ്ടു തുടങ്ങുക. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച 12 മണിക്കാണ് രാധയുടെ പ്രണയം. വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി. വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. അതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് ഇതിനകത്ത്. അതേ കണക്ക് തന്നെയാണ് അസ്ട്രോളജി. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, 9645333999. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തിട്ട് അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് കേൾക്കണം, ഭക്തമീരയുടെ കഥയുണ്ട്. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് ഗുണകരമായ നിരവധി കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്ഷേത്രങ്ങൾ എന്ന ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് വിളിച്ചോ ജയ്. എനിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുന്ന രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 118 അധ്യായം ആരംഭിക്കുകയാണ്. നിരവധി റിസർച്ചുകൾ നടത്തിയാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. അതേ കണക്ക് തന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനിങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, കാണണം. രാധാകവചം 2 ഉണ്ട്. ആ 2 രാധാകവചവും ഇട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകമായി ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സും ഉണ്ട്, അതും നിങ്ങൾ കേൾക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആ രാധയുടെ പ്രണയം 118 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്.
അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാനൊരു മാമ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് മൺഡേ ഈവനിങ് ആണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാനൊന്ന് പറഞ്ഞിരുന്നു എനിക്ക് മാമ്പഴം ഇഷ്ടമാണെന്ന്. അത് ഞാൻ ആ വീഡിയോയുടെ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതാണ്. പല ആൾക്കാരും അതിനകത്ത് വില കൂടിയ അൽഫോൺസ മാമ്പഴമൊക്കെ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഈ മാമ്പഴം ഇവിടെയും കടകളിൽ നിന്ന് കിട്ടും. നിങ്ങൾ അയച്ചു തരേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഒരു 4-5 ബോക്സിനകത്ത് നിറയെ അൽഫോൺസ മാമ്പഴമാണ്. ഇതെല്ലാം കൂടെ ഞാൻ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. ഇനി അങ്ങനെ അയക്കരുതേ. ഞാനത് ആ വീഡിയോയിൽ കാഷ്വലി പറഞ്ഞതാണ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാശൊക്കെ ചിലവാക്കി അങ്ങനെ അയക്കേണ്ട കാര്യങ്ങൾ ഇല്ല. അപ്പോൾ ഇനി അങ്ങനെ അയക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ നിങ്ങളെ രാധാകുണ്ടിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് മറ്റതിലേക്ക് വരാം. ഒരു ദിവസം വൃന്ദാദേവി രാധാകുണ്ടിലേക്ക് വരികയാണ്. രാധാകുണ്ടിലേക്ക് വന്നിട്ട് രാധാകൃഷ്ണന്മാർ വരുന്ന വിവരം തോഴിമാരെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, രാധാകൃഷ്ണന്മാരെ നമുക്ക് സ്വീകരിക്കണം. അങ്ങനെ തോഴിമാരവിടെ എല്ലാം ഒരുക്കാൻ തുടങ്ങി. രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച അലങ്കരിച്ച ഒരു നികുഞ്ചമുണ്ട്. ആ നികുഞ്ചത്തിനകത്താണ് കൃഷ്ണനും രാധാറാണിയും ഒന്നിക്കുന്നത്. അങ്ങനെ വൃന്ദാദേവി നേരിട്ട് രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന നികുഞ്ചത്തിലെത്തി പുതിയ വസ്ത്രങ്ങൾ കൊണ്ടത് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. അതേ കണക്ക് തന്നെ പൂക്കൾ കൊണ്ട് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമായി. എന്നിട്ട് ഓരോ തോഴിമാരെയും വിളിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണനും രാധാറാണിയും വന്നാൽ മധുപാനം നടത്തും. എവിടെ തേനുകൾ എവിടെ? അപ്പോൾ തോഴിമാര് പറഞ്ഞു, ദേ ആ മധു നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണനും രാധാറാണിയും കൂടെ വനം മുഴുവൻ സഞ്ചരിക്കും, വനവിഹാരം നടത്തും. അത് കഴിഞ്ഞിട്ട് ജലകേളിക്ക് പോകും. പിന്നെ വനഭോജനമുണ്ട്. അത് കഴിഞ്ഞ് ശയനം. ഇതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും നിങ്ങൾ ചെയ്തല്ലോ. അങ്ങനെ വൃന്ദാദേവി നേരിട്ട് വന്ന് അതെല്ലാം പരിശോധിച്ചു. വളരെ സന്തോഷമായി. എന്നിട്ട് വൃന്ദാദേവി അവിടുത്തെ വൃക്ഷങ്ങളോടും ജന്തുക്കളോടും പറഞ്ഞു, ഇതാ രാധാകൃഷ്ണന്മാർ വരാൻ പോവുകയാണ്. അവരുടെ കേളികൾ ആരംഭിക്കാൻ പോവുകയാണ്. മഹാപുണ്യമാണത് കാണുന്നത്. നിങ്ങൾക്കതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. രാധാകൃഷ്ണന്മാർ വരുമ്പോൾ നിങ്ങൾ ഇലകളും പൂക്കളും ഫലങ്ങളും പൊഴിച്ചവരെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് രാധാകൃഷ്ണന്മാരുടെ കേളികൾ കാണുന്നതിന് വേണ്ടി വൃന്ദാദേവി നന്ദമുഖിയും മറ്റു തോഴികരുമായിട്ട് അടുത്തുള്ള ഒരു നികുഞ്ചത്തിലേക്ക് ഒളിച്ചിരുന്നു. ഈ സമയം രാധാറാണി തൻ്റെ വീട്ടിലങ്ങ് വല്ലാതെ അസ്വസ്ഥയായി. കൃഷ്ണനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, രാധാകൃഷ്ണ പ്രണയം നിങ്ങൾ കരുതുന്നതിനുമൊക്കെ അപ്പുറമാണ്. രാധാറാണിക്ക് ഇരിപ്പുറയ്ക്കുന്നില്ല. ഒടുവിൽ രാധാറാണി ഒരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി വിശാഖയോട് തൻ്റെ മനസ്സ് തുറക്കുകയാണ്. വിശാഖയെ, നിനക്കറിയാമോ എൻ്റെ കണ്ണനെ? അവൻ്റെ ശരീരത്തിൻ്റെ സുഗന്ധം എന്താണെന്നറിയാമോ? കൃഷ്ണന്റെ ശരീരത്തിൻ്റെ സുഗന്ധം ഏതൊരു സ്ത്രീയെയും ഭ്രമിപ്പിച്ചു കളയും. വിശാഖേ, കൃഷ്ണൻ നമ്മുടെ ചെവിയിൽ വന്ന് നേരം പോക്കുകളോതും. നമ്മുടെ കാതുകൾക്ക് അത് അമൃതാണ്. വിശാഖേ, കൃഷ്ണന്റെ ശരീരമൊന്ന് കാണണം. കോടാനുകോടി ചന്ദ്രന്മാരുടെ തണുപ്പ്. ഏറ്റവും കൂടുതൽ തണുപ്പുള്ളതാണ് ചന്ദ്രൻ. അപ്പോൾ ഒരു ചന്ദ്രൻ, അതേ കണക്ക് കോടാനുകോടി ചന്ദ്രന്മാരുടെ തണുപ്പാണ് കൃഷ്ണന്റെ ദേഹത്തുള്ളത്. ആ ദേഹത്തിനോട് ഒട്ടിനിക്കുമ്പം കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ട് വിശാഖേ. ആ നിർവൃതി, അത് തരാൻ കഴിവുള്ള പ്രപഞ്ചത്തിലെ ഒരേ ഒരു പുരുഷൻ കൃഷ്ണൻ മാത്രമാണ് വിശാഖേ.
വിശാഖേ, നിന്നോടൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. അവൻ്റെ ചുണ്ടുകളിലെ തേനെ, അവൻ്റെ ചുണ്ടുകളിലെ തേൻ എനിക്കൊരു ഹരമാണ്. അത്രയും രുചിയുള്ള തേൻ ഞാൻ കുടിച്ചിട്ടില്ല. അവൻ അധരപാനം ചെയ്യുമ്പോൾ അവൻ്റെ ചുണ്ടുകളിൽ നിന്നുള്ള തേൻ നമ്മളിലേക്ക് അങ്ങോട്ട് പ്രവഹിക്കും. നമ്മൾ മറ്റൊരു ലോകത്തേക്കായി മതിമറന്ന് നിന്നു പോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കൃഷ്ണൻ രാധാറാണിയുടെ അധരങ്ങൾ തൻ്റെ അധരങ്ങൾക്കിടയിലാക്കി ഊറി ഊറിയെടുക്കുന്നത്, രാധാറാണി തിരിച്ചു ഊറിയെടുക്കുന്നത്, പരസ്പരം പ്രണയത്തിൻ്റെ പരമകോടിയിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ലയിച്ച് നിൽക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ശരീര സൗന്ദര്യത്തിൽ എൻ്റെ വിശാഖേ, അവൻ പൂർണ്ണ ചന്ദ്രനേക്കാൾ സുന്ദരനാണ്. കൃഷ്ണന്റെ വസ്ത്രമുണ്ടല്ലോ, മിന്നൽ പിണരു പോലെയാണ്. മഴമേഘ വർണ്ണനല്ലേ കണ്ണൻ. അതിനകത്തെ മിന്നൽ പിണറ് പോലുള്ള എന്തൊരു അട്രാക്റ്റീവ്, എന്തൊരാകർഷകമായ മഞ്ഞ വസ്ത്രമാണ് വിശാഖേ. പിന്നെ ശിരസിലെ മയിൽപ്പീലി. വിശാഖേ, മയിൽപ്പീലി ചൂടിയ മറ്റൊരു പുരുഷനെ കാണിച്ചു തരാമോ? നമ്മുടെ വൃന്ദാവനത്തിലെന്നല്ല, ഈ ലോകത്തെവിടെയെങ്കിലും മയിൽപ്പീലി ചൂടിയ ഒരാളെ കാണിച്ചു തരാമോ? അതവർക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല വിശാഖേ. മയിൽപ്പീലി കണ്ണന് മാത്രമേ ചേരൂ. വേറെ ആരതെടുത്ത് കുത്തി ചൂടിയാലും അത് പരിഹാസമായി പോകും. കണ്ണന്റെ നെഞ്ചിൽ കിടക്കുന്ന രത്നങ്ങൾ പതിപ്പിച്ച നെക്ലസ്, നിരവധി രത്നങ്ങൾ ഇങ്ങനെ കോർത്താണ് കണ്ണൻ്റെ കഴുത്തിൽ ആ നെക്ലസ് കിടക്കുന്നത്. വിശാഖേ, അത് കണ്ടു കഴിഞ്ഞാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. ആ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെയാണ് അവൻ്റെ നെഞ്ച്. അത്രയ്ക്ക് വിശാലമാണ് എൻ്റെ വിശാഖേ. അതിലൊന്ന് മുഖമമർത്തി നിൽക്കണം. അതിങ്ങനെ ആസ്വദിക്കുന്ന മട്ടിൽ നിന്നു. വിശാഖേ, അവൻ ചില സമയത്തുണ്ടല്ലോ നമ്മളോട് ദ്വയാർത്ഥം കലർന്ന നേരം പോക്ക് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ ആകെ അങ്ങ് കുളിരു കോരും. നോക്കൂ വിശാഖേ, ഏറ്റവും കൂടുതൽ കൃഷ്ണൻ നമ്മളെ കീഴ്പ്പെടുത്തുന്നത് ഓടക്കുഴൽ വായനയിലാണ്. കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ ഹൃദയം പോലും കവർന്നു പോയില്ലേ? ലക്ഷ്മി ദേവിയുടെ ഹൃദയം ലക്ഷ്മി ദേവി കൃഷ്ണന് കൊടുത്തില്ലേ? ലക്ഷ്മി ഹൃദയ ചോരനല്ലേ? അപ്പോൾ ആ ഓടക്കുഴൽ വായന ലക്ഷ്മി ദേവിയെ പോലും കീഴടക്കിയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയണോ? അത്രയ്ക്ക് മനോഹരമാണ് ആ ഓടക്കുഴൽ വായനയിൽ. നമ്മൾ ലയിച്ച് നിന്നു പോകും. നോക്കൂ, കൃഷ്ണന്റെ ശരീരത്തിൻ്റെ സുഗന്ധം, കസ്തൂരി പോലും തോറ്റുപോകും. 8 സുഗന്ധങ്ങൾ ചേർന്ന താമരയേക്കാൾ അതീവ കേമമാണ് കൃഷ്ണ. ഒരു കാര്യം അറിയാമോ? കൃഷ്ണന്റെ ശരീരത്തിൽ ഒരു അഭിഷേകമുണ്ട്, തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? അഖില്, കസ്തൂരി, ചന്ദനം, കർപ്പൂരം, ഇതൊക്കെ ഇങ്ങനെ അഭിഷേകം ചെയ്ത ശരീരമാണ്. അവനെ ഒന്ന് ആലിംഗനം ചെയ്യുമ്പോൾ കസ്തൂരിയുടെ ഗന്ധം നമ്മളെ ഉന്മാദത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. ചന്ദനം നമുക്ക് തണുപ്പ് പകരും. അഖില് നമ്മുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ ഉണ്ടാക്കും. കർപ്പൂരം അവനിൽ അലിഞ്ഞു ചേരാൻ നമ്മളെ കൊതിപ്പിക്കും. അത്രയ്ക്ക് മനോഹരനാണ്, അത്രയ്ക്ക് സുന്ദരനാണ് എൻ്റെ കൃഷ്ണൻ. കൃഷ്ണന്റെ ശരീരം വിശാഖേ നീ കണ്ടിട്ടില്ലേ? ഇന്ദ്രനീലം തോറ്റുപോകുന്ന നീല നിറമാണ്. അങ്ങനെ ഒരാളെ വിശാഖേ നീ കണ്ടിട്ടുണ്ടോ? നീ വെളുത്തവരെ കണ്ടിട്ടുണ്ട്, കറുത്തവരെ കണ്ടിട്ടുണ്ട്. കറുപ്പ് കലർന്ന നീല നിറമുള്ള ഇന്ദ്രനീല വർണ്ണനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൻ എനിക്ക് സ്വന്തമാണ് വിശാഖേ. അവൻ ഈ
രാധയ്ക്ക് മാത്രം സ്വന്തം. കൃഷ്ണൻ നമ്മളെ കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കാമദേവന്റെ അമ്പുകൾ നമ്മളിൽ പതിക്കില്ല. ആ അമ്പുകളെ തടുക്കാനുള്ള കഴിവ് കൃഷ്ണന്റെ കൈകൾ കൊണ്ട്. കൃഷ്ണന്റെ ചുണ്ടിലെ തേൻ നുകർന്നാൽ പിന്നെ നമ്മുടെ നാവിന് മറ്റൊന്നും യാതൊരുവിധ രുചിയും നൽകില്ല. വേറെ ഒരു സ്വാദും ഈ തേനിൻ്റെ അത്രയും വരില്ല. അതുപോലെ വിശാഖേ, കൃഷ്ണൻ ചവച്ച വെറ്റിലയുടെ അംശം, ചില സമയത്ത് അവൻ വെറ്റില ചവയ്ക്കും, കൃഷ്ണന്റെ ചുണ്ടിൽ അതിൻ്റെ അംശങ്ങൾ പറ്റിയിരിക്കും. അത് ഞാൻ ഊറിയെടുക്കാറുണ്ട്. വിശാഖേ, തേൻ പോലും തോറ്റുപോകും കൃഷ്ണന്റെ തേനൂറുന്ന ചുണ്ടിൽ. കൃഷ്ണൻ ഇങ്ങനെ ചവച്ചിട്ട് ആ വെറ്റിലയും കൃഷ്ണന്റെ ചുണ്ടിലെ തേനും ചേരും. അത് ഞാനിങ്ങനെ എടുക്കും. എന്തൊരു മധുരമാണത്! തേൻ പോലും നിഷ്പ്രഭമാണ്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൃഷ്ണൻ ചവച്ച വെറ്റില ചുണ്ടിൽ അത് രാധാറാണി ഇങ്ങനെ ഊറിയെടുക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു ദൂതി വന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ദൂതി. ആ ദൂതി മനുഷ്യനല്ല, പിന്നെയോ ഓടക്കുഴൽ നാദം, കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം. അതെ, അത് അടയാളമാണ്. ഞാൻ രാധാകുണ്ടിൽ കാത്തിരിക്കുന്നു. വരൂ രാധേ, വരൂ രാധേ, നീ വേഗം, വളരെ വേഗം എന്നെ കാണാനായിട്ട് ഓടി വരൂ രാധേ. രാധാറാണി പറഞ്ഞു, നോക്കൂ, എന്നെ കണ്ണൻ വിളിക്കുന്നു വിശാഖേ, എൻ്റെ നീലവർണ്ണൻ വിളിക്കുന്നു വിശാഖേ. ഞാൻ പോവുകയാണ്. അകിലും ചന്ദനവും കർപ്പൂരവും കസ്തൂരിയും എല്ലാം ചേർന്ന ആ നെഞ്ചിൽ അമരാൻ എനിക്ക് തിടുക്കമായി. ഞാൻ പോകാൻ പോവുകയാണ്, അവൻ എന്നെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാധാറാണി എല്ലാം വിസ്മരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ലളിതസഖിയും വിശാഖസഖിയും അനുഗമിച്ചു. ഈ സമയത്ത് കൃഷ്ണൻ രാധാകുണ്ടിൽ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പുറത്തു വരും. പുറത്ത് വന്നിട്ട് നോക്കും, രാധ വരുന്നുണ്ടോ. ഒരു കരിയില അത് അടർന്ന് താഴെ വീണാൽ കൃഷ്ണന്റെ ഹൃദയം നിന്നു പോകും. കാരണം ആ കരിയില താഴെ വീഴുമ്പോൾ കൃഷ്ണൻ കരുതുന്നത് രാധയുടെ കാലിലെ കൊലുസിൻ്റെ മണികളാണ്. രാധ വരികയാണ്. ആ അസ്വസ്ഥത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വൃന്ദ. അപ്പോൾ വൃന്ദാദേവി പറഞ്ഞു, നോക്കൂ, ഈ രാധാകുണ്ട് പരമ പവിത്രമായി തീരുന്നത് ഇങ്ങനെയാണ്. കണ്ടിട്ടില്ലേ, ലോകത്തെ സകല മനുഷ്യരും കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ കൃഷ്ണനാകട്ടെ രാധയെ കാണാൻ വേണ്ടി രാധാകുണ്ടിലിരിക്കുകയാണ്. അഗ്രെ എത്ര തവണയാണ് രാധാജിക്ക് വേണ്ടി കൃഷ്ണൻ രാധാകുണ്ടിലിരുന്നത്. അതുകൊണ്ട് തന്നെ വൃന്ദാദേവി നന്ദിമുഖിയിലെടുത്ത് പറഞ്ഞു, നോക്കൂ, ഈ രാധാകുണ്ടിനെ പോലെ പരമ പവിത്രമായി മറ്റൊന്നുമില്ല എന്നു മാത്രവുമല്ല, പ്രണയമാണ് യഥാർത്ഥ മോക്ഷം എന്ന് പറയുന്നത്. അത് രാധാകുണ്ടിൽ വരുന്നവർക്ക് നിശ്ചയമായും കിട്ടിയിരിക്കും. ഈ സമയത്ത് ദൂരെ നിന്നും ഒരു കൊലുസിന്റെ ശബ്ദം കൃഷ്ണൻ കേട്ടു. കൃഷ്ണൻ രാധാകുണ്ടിനടുത്തുള്ള വൃക്ഷത്തണലിൽ ഇരുന്നതാണ്. കൃഷ്ണൻ ചാടി എഴുന്നേറ്റു. രാധ, എൻ്റെ രാധ വരുന്നു. നോക്കിയപ്പോ കാണാം, ആ ബഹുള വൃക്ഷങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്ന വഴിയിലൂടെ രാധാറാണി നടന്നു വരികയാണ്. കൂടെ തോഴിമാരുമുണ്ട്. കൃഷ്ണന്റെ കണ്ണുകളിൽ ആനന്ദ കണ്ണീര് നിറഞ്ഞു. ആലോചിച്ചു നോക്കൂ, ഭഗവാനെ കാണുമ്പോൾ നമുക്കാണ് ആനന്ദ കണ്ണീര് വരുന്നത്. ഇവിടെ ആ കൃഷ്ണൻ രാധാജിയെ കണ്ടപ്പോൾ ആനന്ദ കണ്ണീര് വരുന്നു എന്ന് മാത്രമല്ല, കണ്ണീര് കൊണ്ട് കണ്ണു മൂടിയിട്ട് കാഴ്ചകൾ വ്യക്തമല്ല. ഇത് രാധ തന്നെയാണോ, എൻ്റെ രാധ തന്നെയാണോ ഈ വരുന്നത്?
ആ സമയത്ത് രാധാറാണി ദൂരെ നിന്ന് രാധാകുണ്ടിൽ തൻ്റെ കൃഷ്ണൻ കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞു, ആനന്ദം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ രാധാറാണി കൃഷ്ണനാണെന്നും പറഞ്ഞ് അടുത്ത് നിന്ന തമാല വൃക്ഷത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കണ്ണ കണ്ണ, നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ കണ്ണ? ഞാൻ വന്നു, നിന്നെ ഞാൻ ആലിംഗനം ചെയ്തു, നീ എന്തേ എന്നെ ആലിംഗനം ചെയ്യാത്തത്? ഇത് കേട്ട് വിശാഖയും ലളിതസഖിയും പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അത് തമാല വൃക്ഷമാണ്, അത് കൃഷ്ണനല്ല. രാധാറാണി ആകെ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. അപ്പോൾ കൃഷ്ണൻ നോക്കുകയാണ്, കൃഷ്ണൻ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യം അത് മുഴുവനും ഒത്തുചേർന്ന് ഒരു ദേവതയുടെ രൂപം പ്രാപിച്ച് എൻ്റെ മുമ്പിലേക്ക് വരികയാണോ? അതോ ഒരു ശില്പി അതിമനോഹരമായി കൊത്തിയെടുത്ത സൗന്ദര്യ തിടമ്പാണോ ഈ വരുന്നത്? അവളുടെ പല്ലുകൾ കാമദേവന്റെ അമ്പുകളാണോ? എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ സുബലനെ വിളിച്ചിട്ട് പറഞ്ഞു, സുബല, ഈ വരുന്നത് രാധയാണോ കാമദേവതയാണോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ആനന്ദ കണ്ണീരുകൊണ്ട് എൻ്റെ കണ്ണുകൾ മൂടിയിരിക്കുകയാണ്. സുബല നീ പറയൂ, ഈ വരുന്നത് ആരാണ്? രാധയാണോ അതോ ഈ വരുന്നത് കാമദേവതയാണോ? ആ കൈകൾ, ആ കാലുകൾ അതെൻ്റെ ഹൃദയത്തെ കവർന്നെടുക്കുകയാണ്. നോക്കൂ, അവൾ ശ്വസിക്കുമ്പോൾ അവളുടെ നാസിക മാണിക്യ കല്ലുപോലെ തിളങ്ങുന്നു, ആ ദേഹം മുഴുവൻ തേനാണ്. സുബല, എനിക്ക് അവളെ ചേർത്ത് വെച്ച് ആ തേനുകൾ മുഴുവനും നുകരണം. അവളുടെ ചുണ്ടുകൾ ഇപ്പോൾ വിരിഞ്ഞ മാമ്പൂക്കളാണ്, എങ്കിൽ എൻ്റെ നാവ് ആ മാമ്പൂക്കൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുയിലാണ് സുബല. അപ്പൊ രാധാറാണി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, നീ എൻ്റെ മഴമേഘമാണ്, നീ ഭംഗിയായ തമാല വൃക്ഷമാണ്, നീ മാണിക്യ കല്ലാണ്, നീ നീലത്താമരയുടെ കൂട്ടമാണ്. എന്നിട്ട് വീണ്ടും വിശാഖയെ വിളിച്ചിട്ട് പറഞ്ഞു, വിശാഖേ, എൻ്റെ കണ്ണുകൾ കണ്ണുനീര് കൊണ്ട് മൂടി, നീ പറയൂ, ആ നിൽക്കുന്നത് ആരാണ്? ആ നിൽക്കുന്നത് കൃഷ്ണനാണോ? എൻ്റെ കൃഷ്ണനാണോ അതോ നീലത്താമരയാണോ? നീ എന്നെ കളിയാക്കരുതേ. അപ്പൊ വിശാഖ പറഞ്ഞു, ആ നിൽക്കുന്നത് നീലത്താമരയല്ല, അതാരാണെന്നറിയാമോ? നീ അടുത്ത് ചെല്ലുമ്പോൾ നിന്റെ നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തി തരുന്ന കൃഷ്ണൻ, നിന്റെ മാറിടത്തിൽ കസ്തൂരി കൊണ്ട് ചിത്രം വരയ്ക്കുന്ന കൃഷ്ണൻ, നിന്റെ കവിളിൽ പൊട്ടു തൊടുന്ന കൃഷ്ണൻ, നിന്റെ കണ്ണിൽ കൺമക്ഷി എഴുതുന്ന കൃഷ്ണൻ. ചെല്ലൂ, നിന്റെ മാണിക്യ കല്ല് നിൽക്കുന്നു, വേഗം ചെല്ലൂ. രാധാകുണ്ടിൽ കാത്തു നിൽക്കുകയാണ്. രാധാകുണ്ട് സാക്ഷ്യം വഹിക്കട്ടെ. ശ്രീകൃഷ്ണ രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര കേളികൾക്ക് സാക്ഷ്യം വഹിക്കട്ടെ. ചെല്ലൂരാതെ. അപ്പൊ സുബലൻ പറഞ്ഞു, ചെല്ലൂ കൃഷ്ണ, ചെല്ലൂ. രാധാറാണി വന്നു, ഈ രാധാകുണ്ട് അതിന് സാക്ഷ്യം വഹിക്കട്ടെ. അപ്പൊ വൃന്ദ പറഞ്ഞു, കൃഷ്ണന്റെയും രാധയുടെയും ശൃംഗാര കേളികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഈ രാധാകുണ്ട് എത്ര ഭാഗ്യം നിറഞ്ഞത്, ഈ രാധാകുണ്ടിന്റെ അടുക്കലേക്ക് വരുന്നവര് എത്ര ഭാഗ്യം നിറഞ്ഞത്. അപ്പൊ രാധാറാണി മന്ദം കൃഷ്ണന്റെ അടുക്കലേക്ക് വന്നു. കൃഷ്ണനാകട്ടെ രാധാറാണിയുടെ അടുക്കലേക്ക് ചെന്നു. രാധാകുണ്ടിന്റെ മധ്യഭാഗത്തിൽ വെച്ച് രാധാറാണി കൃഷ്ണന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. കൃഷ്ണൻ രാധാറാണിയെ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് പ്രണയപൂർവം ചെവിയിൽ വിളിച്ചു, രാധേ. പ്രണയം കൊണ്ട് മിണ്ടാൻ വയ്യാതെ കാതരയായി രാധമൂളി.
അപ്പോൾ കൃഷ്ണൻ രാധാറാണിയെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്തു. രാധാകുണ്ടിന്റെ കൽപ്പടവിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, രാധേ എൻ്റെ സുന്ദരി, നീ ഇല്ലാതെ കൃഷ്ണൻ പൂർണ്ണനല്ല. നീ ഇല്ലാതെ കൃഷ്ണൻ പൂർണ്ണനല്ല. ഞാൻ നിന്റെ മുടികൾ ചീകി ഒതുക്കട്ടെ. കൃഷ്ണൻ രാധാറാണിയുടെ മുടികൾ ചീകി ഒതുക്കാൻ തുടങ്ങി. അടുത്ത നികുഞ്ചത്തിലിരുന്ന് വൃന്ദയും നന്ദിമുഖിയും അത് കാണുന്നുണ്ട്. അല്പം മാറി നിന്ന് വിശാഖയും കാണുന്നു, ലളിതസഖിയും കാണുന്നു. ഓ, ഈ രാധാകുണ്ട് എന്ത് ഭാഗ്യം ചെയ്തതാണ്. രാധാറാണി കൃഷ്ണനെ മടിയിലിരുത്തി മുടികൾ ചീകുമ്പോൾ അതിൽ നിന്നൊരു തുണ്ട് മുടിത്തുണ്ട് അതിലേക്ക് വീഴുന്നു. രാധാറാണിയുടെ മുടി അത് വഹിക്കാൻ ഭാഗ്യം ലഭിച്ച രാധാകുണ്ടിനെ നമിക്കുന്നു. എന്റെ രാധാറാണിയുടെ മുടി, ആ മുടി പരമ പവിത്രമായ മുടി, അതിലൊരംശം രാധാകുണ്ടിലേക്ക് വീഴുകയാണ്. രാധാറാണിയുടെ മുടി പതിച്ച അതിനെ ഞാൻ നമിക്കുന്നു. കൃഷ്ണൻ അതിനുശേഷം ചീകി ഒതുക്കിയിട്ട് ഒരു കൊച്ചു കുട്ടി എന്ന പോലെ രാധാറാണിയുടെ മുടി നിറയെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. അതിനുശേഷം പറഞ്ഞു, രാധേ നീ എന്നെ നോക്കൂ. രാധ ലജ്ജിച്ച് തലതാഴ്ത്തി. കൃഷ്ണൻ തൻ്റെ 2 കൈകളും കൊണ്ട് രാധാറാണിയുടെ മുഖം കോരിയെടുത്തിട്ട് പറഞ്ഞു, രാധേ കണ്ണൻ നിനക്ക് കസ്തൂരി കൊണ്ട് ഗോപിക്കുറി വരച്ചു തരാം. കൃഷ്ണൻ കസ്തൂരി എടുത്ത് വളരെ ശ്രദ്ധാപൂർവം രാധാറാണിക്ക് ഗോപിക്കുറി വരച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, നിന്റെ കവിളിൽ കണ്ണുപെടാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ പൊട്ടുതൊട്ട് തരട്ടെ രാധേ. അപ്പോൾ രാധകൃഷ്ണന്റെ നെഞ്ചിൽ ചിണുങ്ങി നിന്നു. അപ്പോൾ പറഞ്ഞു, നോക്കൂ രാധേ, ഞാൻ നിന്റെ കവിളിൽ പൊട്ടിടുകയാണ്. എന്നിട്ട് കൃഷ്ണൻ രാധയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. രാധാറാണി കുലുങ്ങി ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, രാധേ നിന്റെ മാറിടത്തിൽ ഞാൻ കസ്തൂരി കൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. കണ്ണൻ രാധാറാണിയുടെ മാറിടത്തിൽ കസ്തൂരി കൊണ്ട് ചിത്രം വരച്ചു. രാധാറാണി പ്രണയം കൊണ്ട് പുളഞ്ഞു. കൃഷ്ണനെ 2 കൈകൾ കൊണ്ടും ചേർത്ത് വച്ചു. അപ്പോൾ പറഞ്ഞു, എന്നെ കീഴടക്കിയത് ഈ കണ്ണുകളാണ് രാധേ. നിന്റെ കണ്ണുകൾ എന്ത് മനോഹരങ്ങളാണ് രാധേ. ചലിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകൾ, ആ കണ്ണുകളിൽ കണ്ണൻ കൺമഷി എഴുതി തരട്ടെ. കൃഷ്ണൻ ആ കണ്ണുകളിൽ കൺമഷി എഴുതി കൊടുത്തു. രാധാറാണി ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കൃഷ്ണന്റെ അടുക്കൽ അങ്ങനെ ഇരുന്നു. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ നിന്റെ ചുണ്ടുകൾ ഞാൻ മുത്തിച്ചുവപ്പിക്കട്ടെ. കൃഷ്ണൻ തൻ്റെ ചുണ്ടുകൾ രാധാറാണിയുടെ ചുണ്ടുകളോട് ചേർത്തു. അതിനെ മുത്തി ആ കൃഷ്ണൻ രാധാറാണിയുടെ ചുണ്ടുകൾ ചുവപ്പിച്ചു. അതിനുശേഷം രാധാറാണിയുടെ പാദങ്ങൾ എടുത്തു. രാധേ നിന്റെ പാദങ്ങളിൽ ഞാൻ ചരണ ചെഞ്ചാറ് പുരട്ടിത്തരട്ടെ. ആ പാദമെടുത്ത് കയ്യിൽ വെച്ചിട്ട് ചരണ ചെഞ്ചാറ് കൃഷ്ണൻ പുരട്ടിക്കൊടുത്തു. എന്നിട്ട് രാധാറാണിയുടെ മുഖത്തേക്ക് നോക്കി. രാധാറാണി വ്രീളാവിവശയായി. രാധാറാണിയെ നെഞ്ചോട് ചേർത്തു. കൃഷ്ണൻ ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തു, കവിളിൽ ഉമ്മ കൊടുത്തു, കണ്ണിൽ ഉമ്മ കൊടുത്തു. ശരീരമാസകലം ഉമ്മകൾ കൊണ്ട് മൂടി. എന്നിട്ട് രാധാകുണ്ടിൽ നിന്ന് രാധാറാണിയെ 2 കൈകളും കൊണ്ട് കോരിയെടുത്ത കൃഷ്ണൻ എങ്ങോട്ടേക്ക് പോയി? നികുഞ്ചത്തിലേക്ക് പോവുകയാണ്. രത്നങ്ങൾ കൊണ്ട് ഒരുക്കി വെച്ച നികുഞ്ചത്തിലേക്ക്, വൃന്ദാദേവി ഒരുക്കി വെച്ച നികുഞ്ചത്തിലേക്ക്. ആ നികുഞ്ചത്തിന്റെ ഉള്ളിലേക്ക് കടന്ന കൃഷ്ണൻ അതേ വൃന്ദാദേവി ഒരുക്കിയിട്ടിരിക്കുന്ന ആ തൽപ്പത്തിലേക്ക്, ആ കിടക്കയിലേക്ക് രാധാറാണിയെ ഒരു പൂവ് വെക്കുന്നത് പോലെ അത്രയും മൃദുലമായി വെച്ചു. രാധാറാണി തൻ്റെ കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തി. കൃഷ്ണൻ ആ കൈകൾ പതുക്കെ മുഖത്ത് നിന്ന് എടുത്തു മാറ്റി. കൃഷ്ണൻ രാധാറാണിയുടെ അടുക്കലേക്ക് കിടന്നു.
രാധാറാണിയുടെ നെറ്റി മുതൽ പാദം വരെ വിരലുകൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ചു. ഈ സമയത്ത് വൃന്ദാദേവിയും മറ്റുള്ളവരും പുറത്തു വന്നു. വിശാഖയും ലളിതയും പുറത്തു വന്നു. അതേ കൃഷ്ണൻ 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 രാധയിലും രാധ കൃഷ്ണനിലും പടർന്നു കയറുകയാണ്. പടർന്നു കയറുന്ന അസുലഭ 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 നിമിഷമാണ്. അതേ അതേ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദിവ്യമായ രതി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ദിവ്യമായ രതി നടക്കുകയാണ്. ആ പീതാംബരധാരിയായ കണ്ണനും നീലവസ്ത്രധാരിയായ രാധാറാണിയും ഒന്നാവുകയാണ്. അർദ്ധനാരീശ്വര യോജിപ്പ് നടക്കുകയാണ്. അതേ രണ്ട് പകുതികൾ ഒന്നു ചേർന്ന് പൂർണ്ണമാകുന്ന കാഴ്ച. ആ കാഴ്ച ആ നികുഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് കയ്യും കൂപ്പിക്കൊണ്ട് വൃന്ദാദേവി നിന്നു, ലളിത സഖി നിന്നു, വിശാഖ നിന്നു, മറ്റുള്ളവരും നിന്നു. അപ്പോൾ വൃന്ദ പറഞ്ഞു, ആരാണോ ഈ മനോഹര ദൃശ്യം കാണുന്നത്, ആരാണോ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്, ആരാണോ ഈ രാധാകുണ്ടിലുള്ള നികുഞ്ചത്തിലെ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും ശയനത്തെയും കുറിച്ച് കേൾക്കുന്നത്, അവർ മഹാഭാഗ്യവാന്മാരാണ്, അവർ പുണ്യാത്മാക്കളാണ്, അവർക്ക് പുനർജന്മമില്ല, അവർക്ക് പുനർജന്മമില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധേ ഭക്തരെ, നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊള്ളൂ. രണ്ട് കൈകളും കൊണ്ട് രാധാറാണിയെ കൃഷ്ണൻ കോരിയെടുക്കുന്നത്, വ്രീളാവിവശയായി രാധാറാണി ആ കൈകളിൽ കിടക്കുന്നത്, കൃഷ്ണന്റെ കഴുത്തിൽ ചുറ്റി കൈകൾ പിടിച്ചുകൊണ്ട് കൃഷ്ണൻ രാധാറാണിയുമായി ആ തൽപ്പത്തിലേക്ക് പോകുന്നത്, ഒരു പൂവ് വയ്ക്കുന്നത് പോലെ വയ്ക്കുന്നത്, രാധാറാണിയുടെ അടുക്കൽ കിടന്ന് രാധാറാണിയെ അടി മുതൽ ശിരസ് മുതൽ പാദം വരെ ഉമ്മ കൊണ്ട് മൂടുന്നത്. ഒടുവിൽ രാധാകൃഷ്ണ സംഗമം. അതേ രാധാകൃഷ്ണ സംഗമം മഹാപുണ്യമാണ് രാധാകൃഷ്ണ സംഗമം. ഇന്ന് ഞാൻ രാധാകുണ്ട് മാത്രമാണ് പറയുന്നത്. അടുത്ത ചൊവ്വാഴ്ച വരുമ്പോൾ ഞാൻ കൃഷ്ണന്റെ നമ്മൾ നിർത്തിയ ഭാഗമുണ്ട്, അവിടുന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം മോക്ഷകരം മനസ്സിൽ കാണൂ. ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ഒന്നാകുന്നത് മനസ്സിൽ കാണൂ. ഭഗവാനെ രാധാറാണി അമ്മേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആ രാസലീല, ആ രതിലീല, പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ രതിലീല, അത് ഞങ്ങൾ കൺമുന്നിൽ കാണുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ അമ്മേ, രാധാറാണി അമ്മേ, അത് കൺമുന്നിൽ കാണുന്ന ഞങ്ങൾക്ക് മോക്ഷം തരണേ. അത് കൺമുന്നിൽ കാണുന്ന ഞങ്ങൾക്ക് മോക്ഷം തരണേ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.